ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഇലക്ട്രിസിറ്റി വർക്കർ പരീക്ഷാ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് PSC ഇതാ നടപടി എടുത്തിരിക്കുകയാണ്. നോക്കാം എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. KSEBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് വേഗത്തിലാക്കണമെന്ന് PSCയോട് KSEB എന്ത് ചെയ്തിരിക്കുകയാണ്, ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം KSEB ഉന്നയിച്ചതെന്ന് നോക്കാം. KSEBയിൽ ജീവനക്കാരുടെ കുറവ് രൂക്ഷമായതിനാലാണ് പരീക്ഷ വേഗത്തിൽ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമം PSC ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കി, അടുത്ത വർഷം ആദ്യം തന്നെ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന വിധത്തിലാണ് തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നോക്കി, കൃത്യമായിട്ട് PSCയോട് KSEB എന്ത് ചെയ്തിരിക്കുകയാണ്, അപേക്ഷിച്ചിരിക്കുകയാണ്. കാര്യം കൃത്യമായിട്ട് അടുത്ത വർഷം ആദ്യം തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണം. അപ്പം അതുകൊണ്ട് പരീക്ഷകൾ എത്രയും പെട്ടെന്ന് തന്നെ വേഗത്തിൽ നടത്തണം. അത് വേറൊന്നും കൊണ്ടല്ല, KSEBയിൽ ഇപ്പോൾ എന്താണ്, എംപ്ലോയീസിൻ്റെ ക്ഷാമം വന്നിരിക്കുകയാണ് അല്ലേ, രൂക്ഷ ക്ഷാമമാണ് വന്നിരിക്കുന്നത്. അവിടെ ആളെ കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ അല്ലേ, വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനാണ് PSCയോട് KSEB എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏകദേശം 29,363 അപേക്ഷകളാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൺഫർമേഷൻ വന്നെന്നും അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ 29,363 അപേക്ഷകർ വന്നത് ശ്രദ്ധിക്കുക. എന്താണ്, അപേക്ഷകരിൽ ഉയർന്ന യോഗ്യത ഉള്ളവരും ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും അപേക്ഷകരുടെ എണ്ണം കൂടാനുള്ള സാധ്യത. അപ്പം നമുക്ക് ആ ക്വാളിഫിക്കേഷനൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് ഈ ന്യൂസിലൊന്ന് നോക്കാം. ഈ തസ്തികയിലെ വിജ്ഞാപനത്തിന് ഇത്തവണ ഉയർന്ന യോഗ്യത അയോഗ്യതയാക്കാത്തതിൽ ITIക്കാർ നിരാശയിലാണ്. കാരണം എന്താണ്, SSLC വിജയം, ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ശാരീരിക യോഗ്യതകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധിക യോഗ്യത അയോഗ്യതയായി പറയാത്തതിനാൽ MTechകാർക്കും BTechകാർക്കും കണ്ടോ, ഡിപ്ലോമ യോഗ്യതയുള്ളവരും ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഈ അധിക യോഗ്യത എന്താണ്, ഒരു കുറവായിട്ട് പറയാത്തതിനാൽ ഇവിടെ ആപ്ലിക്കൻസ് BTechകാർ വന്നിട്ടുണ്ട്, MTechകാർ വന്നിട്ടുണ്ട്, ഡിപ്ലോമക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപേക്ഷകരുടെ എണ്ണം 29,363 എന്ത് ചെയ്തിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 985 വേക്കൻസിയാണ് ടോട്ടല് പറഞ്ഞിരുന്നത്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ എഴുതി വെച്ചോ, ഉറപ്പായിട്ടും ഈ വേക്കൻസിയുടെ എണ്ണം എന്ത് ചെയ്യും, ഇത് കൂടും, ഉറപ്പായിട്ടും കൂടും. കാര്യം ഇത്രയും ആളെ പോരാ. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. KSEB വർക്കേഴ്സ് അല്ലേ, KSEB മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ എന്ന് പറയുന്നത്. മഴയാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വന്നാലും ഈ KSEB വർക്കർ അല്ലേ ഫീൽഡ് ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ശാരീരിക ക്ഷമത കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അങ്ങനെയുണ്ട്. ഇവിടെ അധിക യോഗ്യത മുൻപ് അയോഗ്യതയായിരുന്നു, ശരിയാണ്. കഴിഞ്ഞ തവണ KSEB വർക്കറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും അധിക യോഗ്യത എന്താണ്, അയോഗ്യതയായിട്ട് തന്നെയാണ് പറഞ്ഞത്. കാര്യം എന്താ, അന്ന് 4ാം ക്ലാസ് ആയിരുന്നു, 4ാം ക്ലാസ് ജയിക്കണമായിരുന്നു. അന്ന് ക്വാളിഫിക്കേഷൻ അതായിരുന്നു അല്ലേ, 4ാം ക്ലാസ് പാസ്സാവണം. പക്ഷെ എന്നാൽ 10ാം ക്ലാസ് പാസ്സാവരുത്, 10ാം ക്ലാസ് പാസ്സായവരെ ഇതിൽ നിന്നും പുറത്താക്കുമായിരുന്നു അല്ലേ. ഇതായിരുന്നു നേരത്തത്. അധിക യോഗ്യത ഉള്ളവരെ എന്ത് ചെയ്യുമായിരുന്നു, അയോഗ്യരാക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ അധിക യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ BTechകാർക്കും MTechകാർക്കും ഒക്കെ ഇത് ആപ്ലിക്കേഷൻ അയക്കാമെങ്കിലും അവർ അയച്ചിട്ടുണ്ടെങ്കിലും ഇത് ഈ ട്രേഡ്മാൻ മാത്രം അല്ലേ, 2 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോലി ലഭിച്ചാലും ഈ MTechകാരും അല്ലെങ്കിൽ BTechകാരും ഒരു കാരണവശാലും ഈ ജോലി തിരഞ്ഞെടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് അല്ലേ എന്താണ് കൃത്യമായിട്ടത് നീണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു വാർത്ത മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയുണ്ട്. എന്താണ്, വിരമിക്കുന്നവരോട് തുടരാൻ KSEB ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ന്യൂസ് നമുക്ക് നോക്കാം.
അപ്പം ഈ ന്യൂസ് നോക്കിയേ, ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കണ്ടോ, KCB വിരമിച്ചവരുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. KCB വിരമിച്ചവരുടെ കാലാവധി എന്ത് ചെയ്തിരിക്കുകയാണ്? നീട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാൻ കൃത്യമായിട്ട്. കണ്ടോ, KCBയിൽ ഫീൽഡ് തല ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ വിരമിച്ചവരുടെ നിയമന കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടി. കണ്ടോ, ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ KCB വർക്കർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആപ്ലിക്കേഷൻ അയച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു ഷോക്ക് ന്യൂസാണ്, ഒരു നെഗറ്റീവ് ന്യൂസാണ് അല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളവരെ അല്ലേ, വിരമിച്ചവരുടെ കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു പരീക്ഷ നടത്തുന്നത് അല്ലേ, നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? കാര്യം ഇവർക്ക് ജോലി ലഭിക്കുമോ എന്നുള്ള ടെൻഷനുണ്ട്. എന്നാൽ അതൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. കൃത്യമായിട്ട് നോക്കി, എന്തുകൊണ്ടാണ്? അതാണ്ട് ഇലക്ട്രിസിറ്റി വർക്കർ ലൈൻമാൻ തസ്തികകളിലാണ് ജീവനക്കാരുടെ ക്ഷാമമുള്ളത്. അപ്പം ആളെ കിട്ടാനില്ല, വർക്കേഴ്സ് ഇല്ലെന്നേ. വർക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് വിരമിച്ചവരുടെ കാലാവധി എന്ത് ചെയ്ത് ഓഗസ്റ്റ് 31 വരെ എന്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം KCB വർക്കറിൻ്റെ എക്സാം നടന്നിരിക്കും. മനസ്സിലായില്ലേ? റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം ആദ്യം വരികയും ചെയ്യും. മനസ്സിലായല്ലേ? അപ്പൊ പെട്ടെന്നായിരിക്കും എന്ത് നടക്കുന്നത്, നിയമനം നടക്കുന്നത്. നോക്കിയേ, സ്ഥിരം ജീവനക്കാരും പുതിയ PSC റാങ്ക് ലിസ്റ്റും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം, അടിയന്തര അറ്റകുറ്റപ്പണികൾ, പൊതുസുരക്ഷ എന്നിവ ഉറപ്പാക്കാനാണ് താൽക്കാലിക ക്രമീകരണം നടത്തുന്നത് അല്ലേ. ഇലക്ട്രിസിറ്റി വർക്കർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉദ്യോഗാർത്ഥികളെ PSC അഡ്വൈസ് ചെയ്യുന്ന മുറയ്ക്ക് ഇവരെ എന്ത് ചെയ്യും, ഒഴിവാക്കും. മനസ്സിലായി? അപ്പൊ കൃത്യമായിട്ട് ഇവരെ എന്താണ് കാലാവധി നീട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വേക്കൻസി ഒന്നും നഷ്ടപ്പെടുത്തുകയൊന്നുമില്ല. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിയമനം നടന്നുകൊണ്ടിരിക്കുക. അതും 985 വേക്കൻസി അല്ല ഉള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 985 അല്ല, ഉറപ്പായിട്ട് ഒരു 2000-ലധികം ആളുകളെ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും എന്നുള്ളത് 100-ൽ 110% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ KCB വർക്കർ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. ബൈ.